എങ്ങനെയാണ് യേശു ജീവിച്ചത്, എങ്ങനെയുള്ള യേശു, ഓരോ പ്രായത്തിലും യേശു കർത്താവ് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ആയിരുന്നു, എങ്ങനെയെല്ലാം കാര്യങ്ങൾ തരണം ചെയ്തു എന്നുള്ളതാണ് ചിന്തിച്ചത്. തൻ്റെ സ്പിരിച്വൽ ലൈഫ്, തൻ്റെ ക്യാരക്ടർ, അതെല്ലാം ദൈവമക്കൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്, മാതൃകയാക്കുവാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്താൽ സ്വർഗം തുറക്കും, ദൂതന്മാർ ഇറങ്ങും. നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയയിൽ ഡിഫക്റ്റുകളുണ്ടോ, പോരായ്മകളുണ്ടോ, കുറവുകളുണ്ടോ, അതിനെല്ലാം പൂർത്തിയാക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. കർത്താവിൻ്റെ ജീവിതത്തെ നോക്കി, കർത്താവിൻ്റെ വചനങ്ങളെ ഏറ്റെടുത്ത് അതിനനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം തുറക്കും, ദൂതന്മാർ ഇറങ്ങും. ദൂതന്മാരുടെ സഹായങ്ങൾ അനേകം അവരുടെ ജീവിതത്തിൽ അവർ സ്വന്തമാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ദൂതന്മാർ ഇറങ്ങും, നിങ്ങളുടെ ഭവനത്തിൽ ദൂതന്മാർ ഇറങ്ങും. വിശ്വസിക്കുന്നുണ്ടോ? ആരൊക്കെ വിശ്വസിക്കുന്നു? ഞാനൊരു ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. എനിക്കൊന്നു ഇന്നലെ രാവിലെ ഇന്നലെയോ മെനഞ്ഞാന്നോ, അത് എൻ്റെ മകൾ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് ഒരു പുതിയ ടൂണിൽ ഒരു പുതിയ മലയാളം പാട്ടിൻ്റെ വരി പാടുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവൾ പറയുകയാണ്, രാത്രി പപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല, എനിക്ക് അറിഞ്ഞുപോലും കൂടാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ അതില്ലാത്തൊരു സാധനമാണ്. പഠിപ്പിച്ചു തന്നു എന്ന് പറയുകയാണ്. അവൾ പാട്ട് പാടുന്നു രാവിലെ എഴുന്നേറ്റിരുന്ന്. ഓക്കെ, അതെന്തായിരുന്നു ആ വരി? എന്നോട് വരുകിൻറാർ എന്നുള്ളൊരു വരിയാ പാടുന്നേ. അതൊരു പ്രത്യേക ട്യൂൺ. അതെനിക്ക് ആ ട്യൂൺ ഇതുവരെയും പഠിക്കാനും പറ്റിയില്ല. അപ്പോ എന്നോട് വരുകിൻറാർ, ആരാണ് എന്നോട് വരുകിൻറാർ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് യേശു എന്നും പറയുന്നുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പപ്പ പഠിപ്പിച്ചു തന്നു എന്നും പറയുന്നുണ്ട്. എപ്പോൾ പഠിപ്പിച്ചു തന്നു ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ഉറക്കത്തിനിടയിൽ പഠിപ്പിച്ചു തന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മോള് പാടുവോ? വാ, ചിങ്ങട് വാ. ഓക്കെ, നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോ, പാടി കേൾപ്പിക്കും. ഓക്കെ, അത് എനിക്കൊരു കാര്യം മനസ്സിലായി. രാത്രിയിൽ ഉറങ്ങുമ്പോഴും നമ്മെ അഭ്യസിപ്പിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ട്രെയിൻ ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. മറ്റൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ഇതിനു മുന്നേ ഒരു സിസ്റ്റർ പറഞ്ഞു, ചർച്ചിൽ രാവിലെ, ഇപ്പോഴല്ല നേരത്തെ ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, ചർച്ചിൽ രാവിലെ ഇവിടെ തൂക്കാൻ ആരുമില്ലായിരുന്നു. ആ ഏരിയയിൽ, പല ഏരിയയിലും പല ആളുകൾ ജോലി ചെയ്യുന്നു, എന്നാൽ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുവാൻ ആളാവശ്യമുണ്ടായിരുന്നു, പക്ഷെ ആരുമില്ല. ബട്ട് സ്വപ്നത്തിൽ എനിക്ക് തോന്നുന്നു, ആർക്കാ? സിസ്റ്റർ അല്ലേ? ഓക്കെ, സ്വപ്നത്തിൽ ആരാ വന്ന് പറഞ്ഞ സിസ്റ്ററിനോട്? മമ്മി പോയി സ്വപ്നത്തിൽ പോയി പറയുകയാണ്, രാവിലെ ഇത്ര മണിക്ക് നീ ഇവിടെ വല്ലാം വന്ന് തൂക്കണമെന്ന്. സ്വപ്നത്തിൽ. ഇവിടെ തൂക്കാൻ ആളില്ല എന്ന് സിസ്റ്ററിന് അറിയില്ല. ഓക്കെ, എത്ര മണിക്കാണ് തൂക്കേണ്ടതെന്ന് സിസ്റ്ററിന് അറിയില്ല. പക്ഷെ സ്വപ്നത്തിൽ മമ്മി പോയി പറയുകയാണ്, നീ ഇവിടെ വന്ന് തൂക്കണം, ഒരു നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. സിസ്റ്റർ അതിപ്പോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നിട്ടില്ല എന്നും പോലും എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് വന്ന് തൂക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകളെല്ലാവരും അങ്ങനെ തന്നെയാണ്. കേൾക്കുന്ന സമയം പലതും ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അത് വിട്ടുകളയും. അങ്ങനെയല്ലേ? സിസ്റ്ററല്ല പറഞ്ഞത്, ജനറലി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ആ സമയം വന്ന് പിന്നെ തൂത്തു തുടങ്ങി. യഥാർത്ഥത്തിൽ സിസ്റ്റർ വന്ന് തൂത്തത് ആ സ്വപ്നത്തിൽ കിട്ടിയ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലാണ്. ആലയത്തിൽ ഒരു കുറവുള്ളപ്പോൾ ചില വ്യക്തികളെ അതിലേക്ക് നിയോഗിക്കുവാൻ പോലും ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ, സ്വർഗത്തിന്റെ ഇടപെടലുകൾ, ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ എൻ്റെ ദേഹം, ദേഹി, ആത്മാവിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു നോക്കിക്കേ. സ്വർഗീയമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആത്മാവിൽ സംഭവിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്
ദൂതന്മാർ ട്രെയിനിങ് കൊടുക്കുന്ന, ടീച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ നിങ്ങളുടെ തലമുറകൾ സ്വന്തമാകും. You know one thing? Training angels are there. ട്രെയിനിങ് കൊടുക്കുന്ന ദൂതന്മാരുണ്ട്. ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് ആര് കൊടുക്കുന്ന ട്രെയിനിങ്ങിനേക്കാളും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ലഭിച്ച അനുഭവങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വെറും തിയറി അല്ല, വിത്ത് എക്സ്പീരിയൻസ്, അനുഭവത്തോടു കൂടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ കർത്താവ് ആ ഏരിയയെ തുറന്നു തരാൻ പോവുകയാണ്. ട്രെയിനിങ് ഏഞ്ചൽസ്. നിങ്ങൾക്ക് പല സ്കില്ലുകൾ നിങ്ങൾക്കില്ലായിരിക്കാം, പക്ഷെ വിശ്വസിക്കുവേ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ തുറന്നാൽ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും നിങ്ങളുടെ ഇടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ മഹത്വകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ തൊഴിലിൽ ദൂതന്മാർ ഇറങ്ങും, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൂതന്മാർ ഇറങ്ങും, നിങ്ങളുടെ ആഹാരത്തിന്റെ മേഖലകളിൽ ദൂതന്മാർ ഇറങ്ങും, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ദൂതന്മാർ ഇറങ്ങും, നിങ്ങളുടെ സോഷ്യൽ സർക്കിളിൽ ദൂതന്മാർ ഇറങ്ങും. നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം തന്റെ ദൂതന്മാരെ അയക്കുമെന്ന് വിശ്വസിക്കുവാൻ, അയക്കണമെന്ന് ആഗ്രഹിക്കുവാൻ, അതിനായി ഒരുങ്ങുവാൻ, അത് പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകുവാൻ. എത്ര പേർക്ക് ഈ അനുഭവങ്ങൾ വേണം? ആമേൻ. വിശ്വസിച്ച് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അത് സ്വന്തമാക്കും. നമ്മൾ ഇന്ന് ചിന്തിച്ചത് യേശുവിനെ കുറിച്ചാണ്, യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് യേശു ജീവിച്ചത്, എങ്ങനെയുള്ള യേശു, ഓരോ പ്രായത്തിലും യേശു കർത്താവ് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം ആയിരുന്നു, എങ്ങനെയെല്ലാം കാര്യങ്ങൾ തരണം ചെയ്തു എന്നുള്ളതാണ് ചിന്തിച്ചത്. തന്റെ സ്പിരിച്വൽ ലൈഫ്, തന്റെ ക്യാരക്ടർ, അതെല്ലാം ദൈവമക്കൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്, മാതൃകയാക്കുവാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്താൽ സ്വർഗം തുറക്കും, ദൂതന്മാർ ഇറങ്ങും. നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയയിൽ ഡിഫക്റ്റുകളുണ്ടോ, പോരായ്മകളുണ്ടോ, കുറവുകളുണ്ടോ, അതിനെല്ലാം നിവൃത്തിയാക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ബുദ്ധി കുറവാണോ, ജ്ഞാനം കുറവാണോ, പഠിക്കുന്ന കുട്ടികൾക്ക് വചനം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. വീണ്ടും കൊലോസ്യർ 2:3 പറയുന്നു, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ബുദ്ധിയെ തുറന്നു തരും, ജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളെ തുറന്നു തരും. നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കുന്ന ഏരിയ എല്ലാം വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ദൈവ ദൂതന്മാരുടെ സഹായങ്ങളൊക്കെ തരും. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ കരം ശക്തമായി ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ കരം. എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല, എന്റെ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. ഉയരത്തിലെ നന്മകൾ ഞാൻ അനേകം സ്വന്തമാക്കും. ആ വിശ്വാസത്തോടുകൂടെ തന്നെ ദിനംതോറുമായിരിക്കും. ആ വിശ്വാസത്തോടെ ആരാധിപ്പിൻ, പ്രാർത്ഥിക്കുവിൻ. പിതാവിനുള്ളതിൽ ഇരിക്കുവിൻ. പിതാവിനുള്ളതിൽ നീ ഇരിക്കുമെങ്കിൽ, പിതാവിനുള്ളതിൽ നീ സമയങ്ങൾ ചെലവഴിക്കുമെങ്കിൽ ദൂതൻ നിനക്കായി ഇറങ്ങും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. യേശുവിനെ നോക്കുവിൻ. യേശുവിന്റെ ജീവിതത്തെ മാതൃകയാക്കുവേൻ. യേശുവിന്റെ ഉപദേശങ്ങൾ ഏറ്റെടുക്കുവേൻ. പ്രതിസന്ധികൾ, കുറവുകൾ, ഞെരുക്കങ്ങൾ, എതിർപ്പുകൾ, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വന്നാലും അവിടെയും ഒരു വിശ്വാസമില്ലാത്ത അവിശ്വാസിയായിട്ടല്ല, ജഡീകനായിട്ടല്ല, ലൗകികനായിട്ടല്ല, ദൈവത്തിന്റെ വചനമുള്ള ഒരു ദൈവപുത്രനായി നീ ശോഭിക്കണമെന്ന്, നീ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിരാശപ്പെട്ട് തളർന്നു പോകുന്ന ഒരു ജഡീകനായിട്ടല്ല, അവൻ വിശ്വസിച്ച്, സ്തുതിച്ച്, ആരാധിച്ച് ബലപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു ആത്മീകനായി എഴുന്നേൽക്കണമെന്ന് കർത്താവ്